തന്നെയാണ്. വ്യാജ തരീഖത്തായാലും മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും അതൊക്കെ തിരിച്ചും മറിച്ചും എല്ലാം ബിദ്അത്ത് തന്നെയാണ്. എല്ലാം പിഴച്ച വാദക്കാരാണ്. അവരെല്ലാം ഇപ്പോൾ ഒന്നാ. എല്ലാവരും ഒന്നിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന പൊളിക്കാൻ എന്തുണ്ട് പണി? അതിനെന്തെല്ലാം ഫിത്നയാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അതിന് ഓരോന്നും തലയും പാലും മുറിച്ച് പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതൊന്നും ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഇസ്ലാം ദീനിന്റെ ആദ്യകാലം മുതലേ സുബ്ഹാനല്ലാഹ്, ഖവാരിജിന്റെ കാലഘട്ടം മുതൽ അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത ഖവാരിജ് അവരെല്ലാവരെയും കാഫറാക്കി, എല്ലാവരെയും മുശ്രിക്കാക്കി. അലി റളിയല്ലാഹു അൻഹു മുശ്രിക്കാന്ന് പറഞ്ഞു, അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സഹാബികളെയും ശിർക്ക് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഖവാരിജ് മുതൽ തുടങ്ങിയ ഏർപ്പാടാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെയൊന്നും ഈമാനും തഖ്വയുമുള്ളവരുടെ മനസ്സിന് ഒരു പതർച്ചയും സംഭവിക്കൂല എന്ന് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലായി ഞാനിപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കഴിവുകൾ, ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു തആല കൊടുക്കുന്നു എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസുകൾ പഠിപ്പിച്ചതാണ്. അത് നിഷേധിക്കാൻ മുസ്ലിമീങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഇനി ഖുർആനിലുള്ള ഒക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ സമയം മതിയാവില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ. ഒന്ന്, ഞാൻ ഈ അടുത്തൊരു സെലഫിൻ്റെ പ്രസംഗം ഈ യൂട്യൂബിൽ കേട്ടു. അപ്പോൾ അദ്ദേഹം വിമർശിക്കുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ കുറ്റിയാടിയിൽ ഔലിയാക്കളുടെ മർത്തബകൾ എന്ന പ്രസംഗം നടത്തിയിട്ട് അത് പാർട്ടാക്കി ഉസ്താദിൻ്റെ സൗകര്യത്തിന് കേൾക്കാൻ വേണ്ടി ഞാൻ അയച്ചു കൊടുത്തു. ഉസ്താദിനോട് ഫുൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, വല്ല അബദ്ധങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നും ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഉസ്താദിന് ഞാൻ എൻ്റെ പ്രസംഗം അയച്ചു കൊടുത്തു. അങ്ങനെ ഉസ്താദ് അവറുകൾ അതൊക്കെ ഇങ്ങനെ കേട്ടു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഉസ്താദുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദ് കേട്ടതായി എന്നോട് അവിടുത്തെ ഖാദിമീങ്ങൾ പറയുകയും ചെയ്തു. ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ എന്തെല്ലോ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ നടത്തുന്നുണ്ട്. അതിൽ പ്രവർത്തകർ ജാഗരൂകരാകണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഇല്ല, ഉണ്ടാകുമെന്ന് ആർക്കും പൂതിയും വേണ്ട എന്ന് മാത്രം ഞാൻ ഈ സമയത്ത്. കാരണം ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന മഹാന്മാർ, ഞാൻ പണ്ഡിതനല്ല, ഞാൻ പണ്ഡിതന്മാരുടെ ഖാദിമ. ഞങ്ങളുടെ ആശയം എന്താണെന്നറിയോ? ഞങ്ങൾ സ്വന്തത്തിലൊന്നും പറയില്ല. ഞങ്ങൾ എന്ത് പറയുകയാണെങ്കിലും അത് ഇമാമിങ്ങളെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടും ഇമാമിങ്ങൾ വിശദീകരിച്ചനുസരിച്ചും മാത്രമേ പറയൂ. ഈ സ്വന്തം പറയുമ്പോഴാണ് പിഴച്ചു പോകുന്നത്. സ്വന്തം പറയുമ്പോൾ പിന്നെ ചിലർക്ക് ഖുർആൻ മനസ്സിലാകുന്നില്ല, ഹദീസ് മനസ്സിലാകുന്നില്ല, ഇമാമിങ്ങളെ കിതാബ് മനസ്സിലാകുന്നില്ല. അതൊന്നും മനസ്സിലാകാത്തവർക്ക് ചിലപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ വാചകവും മനസ്സിലാവില്ല, ചിലപ്പോൾ പൊന്മള ഉസ്താദിൻ്റെ വാചകവും മനസ്സിലാവില്ല. അതിന് അവർ കുത്തിരിഞ്ഞ് കരഞ്ഞിട്ട് ദ്വാരക്കുക, പഠിച്ചോനെ എനിക്ക് ഫഹ്മ് തരണേ, അഖല് തരണേ, ഹിദായത്ത് തരണേ എന്ന് അവർ ദ്വാ ചെയ്യൽ മാത്രമേ അതിന് നിവൃത്തിയുള്ളൂ. പഠിച്ചവൻ ഇജാബത്ത് കൊടുക്കട്ടെ എന്ന് നമ്മളും ദ്വാരക്കാം അല്ലേ, വേറെ അതിന് നിർവാഹമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുജാഹിദുകൾ പരിഹസിക്കാൻ ഒരു ഉദാഹരണം പറയാം. പി ഉസ്താദ് അവറുകൾ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, അത് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഉസ്താദിൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ഒരു കറാമത്തിൻ്റെ അനുഭവം പറഞ്ഞു. അത് സെലഫി ഇട്ടിട്ട് ഇങ്ങനെ സെലഫി കുറേ ഇടുന്നുണ്ട്, അതിലൊന്നും നമുക്ക് ആധികാരികമായി കടന്ന് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയുടെ നേതാക്കളുടെയോ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ വാചകങ്ങളല്ല, മറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ആലിമീങ്ങളുടെ, കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആലിമീങ്ങളുടെ ക്ലാസ്സുകൾ, അതുപോലെ സുലൈമാൻ ഉസ്താദിനെ പോലത്തെ മഹാന്മാരുടെ ഉപദേശങ്ങൾ, അതുപോലെ പൊന്മള ഉസ്താദിനെ പോലുള്ള ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതൊന്നും കേൾക്കാൻ ക്ലാസ്സിനൊന്നും പങ്കെടുക്കാത്ത ചില ആളുകളെ കയ്യിലുണ്ടല്ലോ ഏത് ഈ മൊബൈൽ ഫോൺ. അപ്പോൾ അവർ ചിലതൊക്കെ പറഞ്ഞിങ്ങനെ വിടുന്നതുണ്ടാവും. അതിനെ സംബന്ധിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് കടന്ന് പറയേണ്ടില്ല. പക്ഷേ അവരും നമ്മുടെ ഇഖ്വാനികളാണ്. അവരുടെ അബദ്ധങ്ങളും അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ചിലർക്ക് തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകളും തിരുത്താൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങളൊക്കെ ആവശ്യമായ സമയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ
ഒരു കുട്ടിയുടെ രോഗം സുഖപ്പെട്ട ഒരു വിവരം, കറാമത്ത് മുഖേന രോഗം സുഖപ്പെട്ട ഒരു വിവരം പറഞ്ഞു. അപ്പോൾ പോകുന്ന സമയത്ത് കുറേ നായകൾ വണ്ടിയുടെ മുന്നിൽ ചാടി വീണത് പറഞ്ഞു. അതുകൊണ്ടെന്താ, നായകൾക്ക് വണ്ടിൻ്റെ മുന്നിൽ ചാടി വീണൂടെ? അങ്ങനെ സാധാരണ നടക്കുന്നൊരു സംഗതിയല്ലത്. അതിന് കറാമത്തും കൂടി ഇല്ലാണ്ട് തന്നെ നടക്കാവുന്ന സംഗതിയാണത്. ഏത്, ഞാനിപ്പോൾ മെന്നാന്നോ കണ്ടു കാസർഗോഡ് ഇങ്ങനെ ട്രെയിന് കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനിങ് വന്ന് സുബ്ഹാനല്ലാഹ്, ട്രെയിനിൻ്റെ എൻജിനോട് മത്സരിച്ചോടുകയാണ് കുറേ നായകൾ. ട്രെയിനിൻ്റെ എൻജിനോട് മത്സരിച്ചോടുകയാണ് നായകൾ, കുറേ നായകൾ. ഇപ്പോഴും ഇല്ലേ ചില ആളുകൾ ഒരു വിവരവും ഇല്ലാതെ വിവരമുള്ള ആളുകളെ ഒക്കെ വിമർശിക്കാൻ വിചാരിച്ചിട്ട് പിന്നാലെ എൻജിൻ്റെ കൂടെ ഓടുന്നതിലെ ആൾക്കാരില്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ എൻജിനുണ്ടോ ഇതിന് വല്ല വിലയും വെക്കുന്ന ഇതിങ്ങനെ ഓടുക എന്നല്ലാതെ. അപ്പോൾ ഇരിക്കട്ടെ, അങ്ങനെ ഓടുകയാണ്, കിതച്ച് ഓടുകയാണ്. അവസാനം പിന്നെ പരാജയപ്പെടുമെന്ന് പറയേണ്ടിയില്ലല്ലോ. ഈ എൻജിൻ പോയി നിൽക്കേണ്ടത് നിന്ന് വണ്ടി അങ്ങ് പോവുകയും ചെയ്ത് ഇവകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ, എവിടെ, ആ റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ വേറൊരു വണ്ടി വരുമ്പോൾ അന്നേരം ഒന്ന് ഓടി നോക്കൂ, ഓടുക എന്നല്ലാതെ. അതാണല്ലോ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാലൂ സകത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു അമാ തറൽ സുദതു ഖശാവ ഹിയ സാമിതതുൻ വൽ കൽബു തുഖ്സാല അംദി വഹിയ നബ്ബാഹു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പലരും നിങ്ങളെ വിമർശിച്ചിട്ട് നിങ്ങളെന്താ മറുപടി ഒന്നും പറയാത്തത് എന്ന് ചിലർ ചോദിക്കുന്നു. ശാഫിഈ ഇമാം പറയാൻ, ഞാൻ അവരോട് പറഞ്ഞു, ഈ മറുപടി പറയാന്നുള്ളത് അതൊരു നാശത്തിൻ്റെ വാതിൽ തുറക്കല. അതുകൊണ്ട് ഒരു സെലഫിയും പോയത്തത്തിൽ പെട്ടുപോണ്ട. പണ്ട് പല പോയത്തത്തിലും പെട്ടിട്ടുണ്ട്, ഇനിയും പെടണ്ട. കാന്തപുരം ഉസ്താദ് എനിക്കൊരു മറുപടി പറഞ്ഞ് കിട്ടിയാൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം ഓൺലൈനിൽ. ഇങ്ങനെ ധാരാളം ആളുകൾ കേട്ടാൽ അതിന് പൈസ ഉണ്ടല്ലോ, അതിനാണല്ലോ ഈ പണി പലരും എടുക്കുന്നത്. അങ്ങനെ പൈസ കുറേ ഉണ്ടാക്കാന്നുള്ള ധാരണ വേണം. കാരണം മൂപ്പര് മുമ്പ് നാദാപുരത്ത് വന്നപ്പോൾ ഓരോ വരവിന് 50,000 ഉറുപ്പിയായിരുന്നു എന്ന് മരിച്ചുപോയ സലാഹി പറയുന്നുണ്ട്. ഒരു വരവിന് ഏകദേശം 5 ലക്ഷം ഉറുപ്പിയോളം ചിലവാലുണ്ടായിരുന്നു. 5 പൈസ ചിലവില്ലാണ്ട് കേട്ടോ. ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു, 5 പൈസ ചിലവില്ല. മൈക്കിൻ്റെ വാടക ആ സദസ്സ് നിങ്ങൾ പിരിക്കൂ, അങ്ങ് കൊടുക്കൂ. മൊയിലാർക്ക് 5 പൈസയും കൊടുക്കണ്ട, കൂടലുള്ളവർക്ക് കൊടുക്കണ്ട. അങ്ങനെയാണ് ഞാൻ ആ ഖണ്ഡനമൊക്കെ നടത്തിയത്. മൂപ്പരെ പറ്റി സക്കരിയ സലാഹി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടേ മരിച്ചിട്ടുള്ളൂ. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഉസ്താദിനെ കൊണ്ട് ഉസ്താദ് മറുപടി പറയണമെന്നാ മൂപ്പര് വലിയ കാര്യമായിട്ട് പറയുന്നത്. ഉസ്താദ് മറുപടി അറിയണം. അത് ശാഫിഈ ഇമാം പറഞ്ഞ മറുപടി ആയിരുന്നു പറയാനുള്ളത്. എന്ത്, ഖലൂ സകത്ത വഖദ് ഹുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. എന്നിട്ട് ശാഫിഈ ഇമാം പറഞ്ഞ അടുത്ത വാചകമാണ്, അതെ, അമാ തറല്ലു സുദതു ഖശാവ ഹിയ സാമിതതുൻ. സിംഹത്തിനെ കാണുന്നില്ലേ, മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എല്ലാവരും പേടിക്കുകയാണ് സിംഹത്തെ. മിണ്ടുന്നില്ല, അത്യാവശ്യമേ പറയുള്ളൂ, ആവശ്യമുള്ളിടത്തേ പറയുള്ളൂ. വഹിയ സാമിതത്തുൻ. അതേ സമയത്ത് വേറൊരു ജീവിയുണ്ട്, വൽ കൽബു തുഖ്സാ ലഅംരി വഹിയ നബ്ബാഹു. ആവശ്യമില്ലാടിങ്ങനെ ശബ്ദിച്ചോണ്ടിരിക്കുന്നൊരു ജീവിയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആളുകൾക്ക് ഒരു വിലയില്ല, ഒരു വിലയില്ല. മുജാഹിദിനും കൂടി വിലയില്ലാണ്ടായിപ്പോയി ആ മൗലവി. മുജാഹിദൊന്നും പിടിച്ച് പുറത്താക്കി. അങ്ങനെ ആ ഒരു വിലയില്ലാണ്ടങ്ങായി. അത് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ വെച്ചിട്ട് ആരും വെല്ലുവിളിയൊന്നും നടത്തണ്ടെന്ന് പറയാം. ഇനി സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാൻ. അതായത് ഒരു മഹാന്റെ മഖബറയിൽ പോയി. ആ മഖബറയിൽ ആ രോഗമുള്ള ആളെ നിർത്തി, എന്നിട്ട് വാതിലടച്ചു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ ആ രോഗമുള്ള ആൾക്കൊരു ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. എന്നിട്ട് ശരിക്കും മുറിയെല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഇതെടുത്തിട്ട് ഈ സെലഫി കളിയാക്കാൻ. സെലഫി ആദ്യം വേണ്ടതെന്നറിയോ, ഈ കളിയാക്കലൊക്കെ അവിടെ നിർത്തിയിട്ട് നിങ്ങളെ നേതാക്കളായി നിങ്ങളുടെ പുസ്തകത്തിൽ, എപ്പോൾ നിങ്ങളെ മുജാഹിദിന് പുറത്താക്കിയതിൻ്റെ ശേഷമല്ല, അതിൻ്റെ മുമ്പ് ഇറക്കിയ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ആമുഖം എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ടോപ്പ് നേതാവായി പരിചയപ്പെടുത്തിയ 2 നേതാക്കളിൽ ഒന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബാണ്, മറ്റൊന്ന് ഇബ്നു തൈമിയ്യയാണ്. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തൊന്ന് നല്ല നിലക്കൊന്ന് നോക്കണം. തിരിയുന്നില്ലെങ്കിൽ കുറ്റ്യാടി വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മളെ മജ്മയിൽ കുറ്റം പറയുന്നതിൻ്റെ അടുത്ത് പോയാലും മതി, അല്ലെങ്കിൽ നമ്മളെ അലവി സഖാഫിൻ്റെ അടുത്ത് അതിൽ പോയാൽ മതി, എവിടെ പോയാലും മതി. തിരിയുന്നില്ലെങ്കിൽ വലിയ ആളെടുത്തൊന്നും പോണ്ട. അങ്ങനെ ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരെ അടുത്ത് വന്നാൽ മതി എന്നാ പറഞ്ഞിരുന്നു.
അതിലെന്താണ് കാണുന്ന സംഗതി നിരങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങൾ കേട്ടോളി. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബാണ് വായിക്കുന്നത്. തൗലീഫു ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന് അതിൻ്റെ തുടക്കത്തിൽ കാണാം. ഇത് മക്തബത്തു സഊദിയ്യ ബിർറിയാദിൽ നിന്ന് പുറപ്പെടുവിച്ചതാണ്. അതെ, മക്കത്തുൽ മുക്കറമ ബാബുൽ ഉംറൻ്റെ ഫോൺ നമ്പറും ഉണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സർഹാനും ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ ജബരീനൊക്കെ അതിന് നന്നാക്കി റെഡിയാക്കി എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇറക്കിയതാണ്. അങ്ങനെ എല്ലാ സലഫി പണ്ഡിതന്മാരും കൂടി ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ, ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണാം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എങ്ങനെ ഉണ്ട് എന്നൊന്ന് സലഫി ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചോട്ടെ, അതിനുവേണ്ടി പറയാം. സ്വീകാര്യയോഗ്യമായ പരമ്പരയോടെ സനദോടുകൂടി ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അന്ന റജുലൻ തൂഫിയത്ത് ഇംറാത്തുഹു, ഒരാളുടെ ഭാര്യ മരിച്ചുപോയി. ഫറാ നിസാം ഫിൽ മനാമി, അങ്ങനെ ഉറക്കിൽ കുറേ സ്ത്രീകളെ അദ്ദേഹം സ്വപ്നം കണ്ടു. സ്വപ്നമൊന്നും കാണാൻ പറ്റൂല എന്നും ആരും പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പം തന്നെ ആരും ഉറക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വപ്നം കാണുന്നുണ്ടാവും. സ്വപ്നമൊക്കെ കാണാനൊക്കെ പറ്റും, പക്ഷെ സ്വപ്നം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിനെതിരായോ ശരീഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരായോ സ്വപ്നം കണ്ടാൽ സ്വീകരിക്കാൻ പറ്റൂല. അതങ്ങനെയാണ്. കാരണം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതിൻ്റെ എതിരെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റും, നമുക്ക് അത് പറ്റൂല. അതാണ് ഇമാമിങ്ങളൊക്കെ വിവരിച്ചത്. അങ്ങനെ സ്വപ്നം കണ്ടു. വലം യറംറാതൗ മഅഹുന്ന, സ്വപ്നം കണ്ടത് കുറേ സ്ത്രീകളെയാണ്, അതിൽ ഭാര്യനെ കാണുന്നില്ല. ഫസഅലഹുന്ന അൻഹാ, അങ്ങനെ ഭാര്യനെ സംബന്ധിച്ച് അയാൾ ചോദിച്ചു. ഫഖുൽന, അപ്പോൾ ഈ മരണപ്പെട്ടു പോയ സ്വപ്നത്തിൽ കണ്ട സ്ത്രീകളൊക്കെ പറഞ്ഞു, ഇന്നക്കും ഖസർത്തും ഫീ കഫനിഹ, നിങ്ങൾ വേണ്ട പോലെ കഫൻ തുണി കൊടുത്തിട്ടില്ല ആ സ്ത്രീക്ക് മറമാടുന്ന സമയത്ത്. ഫഹിയ തസ്തഹി തഖ്റുജു മഅന, അതുകൊണ്ട് മരിച്ചതിൻ്റെ ശേഷം ലജ്ജ കൊണ്ട് നാണക്കേട് കൊണ്ട് ശരിയായ കഫൻ തുണി ഇല്ലാത്തത് കൊണ്ട് അവർ നമ്മളെ കൂടെ പങ്കെടുക്കാത്തത്. ഫഅതർ റജുലുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് ചെന്നു. ഫഅഖ്ബറഹു, ശരിക്കും കേൾക്കണേ, ഇത് ഇബ്നു അബ്ദുൽ വഹാബാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഫഅഖ്ബറഹു, നബി തങ്ങളോട് വിവരം പറഞ്ഞു. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുർ ഹൽ ഇലാ സിഖത്തിൻ മിൻ സബീൽ, നല്ല കഫൻ തുണി കൊടുത്തേക്കാൻ ആരെങ്കിലും കിട്ടുമോ നോക്ക്. മരിച്ചുപോയ ആൾക്ക് കഫൻ തുണി കൊടുത്തേക്കാൻ നല്ല കൊടുത്താൽ അങ്ങ് എത്തിക്കുന്ന ആരെങ്കിലും കിട്ടുമോ നോക്ക്. അങ്ങനെ ഉണ്ടല്ലോ, ഈജിപ്തിലേക്ക് ഒരു സാധനം കൊടുത്തേക്കണോ, ആരെങ്കിലും പോകുന്നവരുണ്ടോ നോക്കൂലേ, അതുപോലെ കൊടുത്തേക്കാൻ നോക്കുന്നു. ഫാത്താ റജുലൻ മിനൽ അൻസാരി, അങ്ങനെ അദ്ദേഹം അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ സമീപത്തേക്ക് ചെന്നു. ഇനിയിപ്പോൾ എൻ്റെ പ്രസംഗം ഇത് മുറിച്ചിട്ട് അതെടുത്തിട്ട് കോമഡി ആക്കണ്ട കേട്ടോ. ഇതിന് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബിൽ അയാൾ എഴുതി വെച്ചാൽ ഞാൻ നോക്കി വായിക്കുന്നത്. ഫാത്താ റജുലൻ മിനൽ അൻസാരി, അങ്ങനെ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിൻ്റെ അടുത്ത് അയാൾ ചെന്നു. അത് ഹദറത്തുൽ വഫാത്തു, ആ സഹാബിക്ക് വഫാത്ത് ഹാജരായിട്ടുണ്ട്, മരിക്കാൻ നോക്കുകയാണ്, വഫാത്ത് ആകാൻ പോവാണ്. ഫഅഖ്ബറഹു, അപ്പം ഈ വിവരം ആ അൻസാരിയോട് പറഞ്ഞു. ഫഖാലൽ അൻസാരിയു, അപ്പം അൻസാരി പറഞ്ഞു, ഇൻകാന അദുൻ യുബല്ലിഗുൽ മൗത ബല്ലൗതു, മരിച്ചോൽക്ക് കൊണ്ട കൊടുക്കാൻ പറ്റുകില്ല ഞാൻ കൊണ്ട കൊടുക്കുന്നത്. ഫതൂഫിയൽ അൻസാരിയു, അങ്ങനെ അൻസാരി വഫാത്തായി. ഫജാഅ ബി സൗബൈനി മിസ്വദൈനി ബി സഅഫറാനി, കുങ്കുമം കൊണ്ട് അലങ്കാരമൊക്കെ കൊടുത്ത അല്ലെങ്കിൽ അതുകൊണ്ട് പുകയിപ്പിച്ച 2 തുണി കൊണ്ടുവന്ന്. ഫജഅലഹുമ, ആ സഹാബി ഫീ കഫനിൽ അൻസാരി, അൻസാരിൻ്റെ കഫൻ്റെ ഉള്ളിൽ 2 തുണി വെച്ചു കൊടുത്ത്. എന്തിന്? ഭാര്യയ്ക്ക് കഫൻ തുണി എത്തിച്ചു കൊടുക്കാനേ. ഫലമ്മ കാനൽ ലൈൽ, പിന്നെ അന്ന് രാത്രിയായപ്പോൾ റഅ നിസ്വത, സ്ത്രീകളൊക്കെ പണ്ട് സ്വപ്നം കണ്ട പോലെ തന്നെ കണ്ട്. വമാഹുൻ നമ്രഅതുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്ത്രീകളെ കൂടെ ഉണ്ട്. വലൈഹി തൗബാനിൽ അസ്ഫറാനി, കുങ്കുമത്തിൻ്റെ ചായം കൊടുത്ത ആ മഞ്ഞ തുണി ആ സ്ത്രീ ഉടുത്തിട്ടാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. ഇത് ഇബ്നു അബ്ദുൽ വഹാബ് എഴുതി വെച്ചതാ. അതുകൊണ്ട് സലഫി മൗലവിമാരൊക്കെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഖബർ തട്ടി നിരത്തിയത് കൊണ്ട് എവിടെയാണെന്ന് അറിയുമെന്നറിയില്ല, ഉണ്ടെങ്കിൽ അയാളെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അയാളോട് ചോദിക്കുക, എങ്ങനെയല്ല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളല്ലേ നമ്മളെ നേതാവ് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ ഇത് ഇബ്നു അബ്ദുൽ വഹാബ് എഴുതി വെച്ചാണ്. ഇനി കോപ്പറേഷൻ കേൾക്കണോ, അതതാ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാന പതാക വാഹകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി,
അദ്ദേഹത്തിൻ്റെ കിതാബുർ റൂഹ് അതിൻ്റെ 190 പേജിൽ ഞാൻ നോക്കി വായിക്കാം. കുറേ ഉണ്ട്, അതിൽപ്പെട്ട 1-2 ഞാൻ വായിക്കാം. ഹെഡിങ് എന്നൊരു ഫസലുൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഭൂമിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി, മിൻ ലിഖായി അർവാഹിൽ മൗത്ത, മരിച്ചവരുടെ ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടും, വസുആലിഹിം, അവർ പരസ്പരം പലതും ചോദിക്കും, ലഹും അവരോട്, വഇഖ്ബാറുഹും ഇയ്യാഹും, അവർ പലതും പറഞ്ഞു കൊടുക്കും, ബിഉമൂരിൻ ഖഫിയത്തി അലൈഹിം, ജീവിച്ചിരിക്കുന്ന പലർക്കും മരിച്ചവർ ചിലതെല്ലാം പറഞ്ഞു കൊടുക്കും, അറിയാത്ത കാര്യങ്ങൾ. ഫറഔഹാ ഇഹാനൻ, പിന്നെ അത് ശരിക്കും അനുഭവത്തിൽ തന്നെ കാണാനും കഴിയും. വഹാദാ അക്സറു മൻ അൻ യുതകല്ലഫ ഇറാദുഹു, ഇതിൻ്റെ തെളിവുകളൊന്നും കൂടുതൽ പറയേണ്ടതൊന്നുമില്ല, അത്രയും അറിയപ്പെട്ട സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തെളിവുകൾ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, കിതാബുൽ ബുസ്താനിൽ ഖൈറുവാനി രേഖപ്പെടുത്തിയ ഒരു വിഷയം, മിൻ തഹീരി റൂഹി ഫിർ റൂഹ്, ആത്മാക്കളിൽ പ്രവർത്തിക്കുന്നു എന്നത്. ഖാല, അദ്ദേഹം പറയാണ്, ഇബ്നുൽ ഖയ്യിമാണ് കേട്ടോ ഈ തെളിവ് തിരിക്കുന്നത്. കാനലി ജാറു, എനിക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു, യസ്തിമു അബൂബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത വിളിക്കുന്ന ആളായിരുന്നു, ഷിയാക്കളിൽപ്പെട്ട ആളാണ്. അയാളിങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത വിളിക്കും. ഫലമ്മാ കാന ദാത യൗമിൻ അക്സറ മിൻ ശത്മിഹിമാ, ഒരു ദിവസം അയാൾ വല്ലാണ്ടങ്ങ് ചീത്ത പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. അപ്പം ലോകത്ത് ഏറ്റവും വലിയ ഔലിയാക്കൾ, ഏറ്റവും വലിയ ഖുതുബുകൾ, അൽ ഖൗസുൽ ഖുതുബ് എല്ലാമായ ഏറ്റവും ടോപ്പിലുള്ള ആളുകളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരെ തന്നെ ചീത്ത പറയുന്ന ഒരുപാട് ആൾ ഇന്നുണ്ട്, അന്നുണ്ട്, എപ്പോഴും ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ചീത്ത പറഞ്ഞു. ഫതനാബൽതുഹു വതനാബലനി, കേട്ട് സഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഞാനൊന്നങ്ങ് കൊടുത്ത്, സഹിക്കാൻ കഴിയായിട്ട്. അപ്പം അയാൾ എന്നെയും നല്ലോണം തല്ലി. ഫൻസറഫ്തു ഇലാ മൻസിലി, എനിക്ക് നല്ലോണം അടി കിട്ടിയ ആളെ. ഞാൻ എൻ്റെ പുറക്കേക്ക് പോയി. വാന മഹ്മൂമുൻ ഹസീനുൻ, ഞാൻ വളരെ മാനസികമായി പ്രയാസമാണ് എനിക്ക്, കാരണം നല്ലോണം കിട്ടീന്. ഫനിംതു, അങ്ങനെ ഞാൻ ഉറങ്ങി. തറക്തുൽ അശാ, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫിൽ മനാമി ഫഖൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, ഫുലാനും യസുബു അസ്ഹാബക്ക, തങ്ങളെ സ്വഹാബികൾ അതാ ചീത്ത പറയുന്ന ഒരു ചങ്ങാതി. അല്ല മന്ന സ്വഹാബി, എൻ്റെ സ്വഹാബികൾ ആരെയാ ചീത്ത പറഞ്ഞേ? ഖുൽതു അബൂബക്കറിൻ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഫഖാല, അപ്പം നബി തങ്ങൾ എന്ത് പറഞ്ഞു അറിയോ? ശരിക്ക് സെലഫി നേതാവായി അവർ വ്യക്തമായി പരിചയപ്പെടുത്തി ഇബ്നുൽ ഖയ്യിം പരിചയപ്പെടുത്തുന്ന പറയുന്നത്. പിന്നെ അവിടുന്ന് പകുതി മുറിക്കണ്ട. എന്താ ചെയ്തത്? നബി തങ്ങൾ പറഞ്ഞു, ഖുദ് ഹാദിഹിൽ മുദിയത ഫദ്ബഉ ബിഹാ, ഈ കത്തി കയ്യിലങ്ങ് പിടിച്ചോ, പോയിട്ട് അവനങ്ങട്ട് ആർത്താളാന്ന്. ആരെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്നവനെ ഉറക്കിൽ പറഞ്ഞതാ. അപ്പം ഞാൻ ഞാൻ ഉറക്കിൽ കത്തി ഇങ്ങോട്ട് വാങ്ങി, സ്വപ്നത്തിലല്ലേ. ഫഅദ്ദഅതുഹു, പിന്നെ നോക്കുമ്പോൾ അവനവിടെ കാണാനുണ്ട്. ഞാൻ അവനെ മലർത്തിയവിടെ കിടത്തി. വദബഹതുഹു, ഞാനങ്ങോട്ട് അർത്തു. വറഅയ്തു കഅന്ന യദി അസാബഹ മിൻ ദമിഹി, അപ്പോൾ ഉറക്കിൽ എനിക്ക് അനുഭവിച്ചു, എൻ്റെ കൈമല്ല ചോരയായി. ഫഅൽഖൈതുൽ മുദിയ, ഞാൻ കത്തി അവിടെ ഇട്ട്. അഹ്വൈതു ബിയദിയിലല്ലറി, ഭൂമിയിലൊന്നങ്ങോട്ട് ഉരച്ചാളിയാന്ന് വിചാരിച്ചു. ഞാൻ ഉരസാൻ വേണ്ടി ഞാൻ കയ്യും കൊണ്ടുപോയില്ലേ. അംസഹ ഫന്തബഹത്തു, ഞാൻ ഉറക്കു കഴിഞ്ഞു. വാന അസ്മഉ സിറാഖ മിൻ നഹ്വി ദാരിഹി, എൻ്റെ തൊട്ട അയൽവാസിയാണല്ലോ ചങ്ങാരി, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന ആള്. അയാൾ പുരയെന്ന് പിന്നെ അട്ടഹാസം നിലവിളിയാണ് കേൾക്കുന്നത്. ഫഖുൽതു മഹാദ സിറാ, ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ഈ അട്ടഹാസം? അപ്പം അവർ പറഞ്ഞു, ഫുലാനും മാത്ത ഫുജിയത്തൻ, പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. ഫലമാ അസ്ബഹന, നേരം വെളുത്തപ്പോൾ ചെയ്തു. ഞാൻ മെല്ലെ ഒന്ന് ചെന്ന് നോക്കി. വനദർത്തു ഇലൈഹി, ഞാൻ ചെന്ന് നോക്കി എങ്ങനെ ഉണ്ട്. ഫൈദാ ഹത്തു മൗദി ദബിഹി, അർത്ഥ അടയാളം അങ്ങനെ എന്നെ അവിടെ കാണാനുണ്ട്. ഞാൻ നബിതങ്ങൾ കത്തി വന്നിട്ട്, അതെ സ്വപ്നത്തിൽ അറക്കാൻ പറഞ്ഞില്ലേ, അർത്ഥ അടയാളം അങ്ങനെ തന്നെ അവിടെ കാണാനുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുജാഹിദിൻ്റെ ടോപ്പ് നേതാവായി അവർ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം എഴുതിയ ആത്മാവിൻ്റെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞിട്ടാകാ കാന്തപുര ഉസ്താദ് പറഞ്ഞ ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ ചർച്ച. മനസ്സിലായില്ലേ? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നുൽ ഖയ്യിം എഴുതി വെച്ചതാ. അതിൻ്റെ മറുപടിയൊക്കെ മൗലവിമാരൊന്ന് ആദ്യം പറയട്ടെ, എന്നിട്ടാകാം പരിശുദ്ധാത്മാക്കളായ മഹാന്മാർക്ക് എന്തൊക്കെ കഴിയും. അവർക്ക് ഉറക്കിൽ ഓപ്പറേഷൻ ചെയ്യാനും കഴിയും, മുറിക്കാനും കഴിയും, അടയാളം ഉണ്ടാവും,
ഇനി വേറെയും ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ രേഖപ്പെടുത്തിയതുണ്ട്. ഇപ്പൊ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എത്ര സംഭവങ്ങളുണ്ട് ഈ ഒരൊറ്റ ഗ്രന്ഥത്തിൽ തന്നെ. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു സംഭവം കാണാം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു. സമയത്തു മാലികൻ, മാലിക് ഇമാം പറയുന്നത് ഞാൻ കേട്ടു. യഖൂലു, ആരാ മാലിക് ഇമാം? ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദാ, ഷാഫി ഇമാമിന്റെ ഉസ്താദാ മാലിക് ഇമാം. യഖൂലു ഇന്ന യഅഖൂബ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ അസദ് കാന മിൻ ഖിയാരി ഹാദിഹിൽ ഉമ്മ. യഅഖൂബ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ അസദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. നാമ ഫിൽ യൗമില്ലദി ഇസ്തുശീദ ഫീഹി, ഷഹീദായി മരിച്ച ആ ദിവസം മഹാനവറുകൾ ഉറങ്ങി. ഫഖാല ലി അസ്ഹാബിഹി, കൂടെയുള്ളവരോട് പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തു അംറൻ, ഞാനൊരു വലിയ സംഭവം കണ്ടിട്ടുണ്ട്. വല ഉഖ്ബിറന്നഹു, ഞാൻ കണ്ടത് ഞാൻ നിങ്ങളോട് പറയാ. ഇന്നി റഅയ്തു കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടതായി ഞാൻ കണ്ടു. അങ്ങനെ ഫസുഖീതു ലബനൻ, ആ മഹാൻ പറയാണ്, സ്വർഗത്തിൽ കടത്തിയിട്ട് എനിക്ക് പാല് കുടിക്കാൻ തന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തറിയോ? ഫസ്തഖാ, മഹാനവറുകൾ ഒന്നിങ്ങി ഛർദിച്ചു നോക്കുമ്പോ ഛർദിച്ചു നോക്കുമ്പോൾ പാലാണ്. സ്വർഗത്തിൽ കടത്തിയിട്ട് എനിക്ക് പാല് കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ മഹാൻ ഒന്നിങ്ങി ഛർദിച്ചു നോക്കുമ്പോൾ പാല് കാണാനുണ്ട്. ഇതെങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെയെന്ന് തിരിയാത്തതിനാണ് ഈ ഖാരിഖുൽ ആദത്ത്, കറാമത്ത് എന്ന് പറയുന്നത്. കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മർയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവിയുടെ കറാമത്ത് ഖുർആൻ പറഞ്ഞു. സ്വർഗത്തിലെ ഭക്ഷണം എത്തുകയാണ്. അതാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനും എത്തിയത്, സ്വർഗത്തിലെ ഭക്ഷണമാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്. ഇനിയും ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ.